നരജന്മം പാകിയ മണ്ണകം മണ്ണകം വിത്തുമുളച്ച മണ്ണകം മണ്ണകം നരജന്മം പാകിയ മണ്ണകം മണ്ണകം. കലാജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ട്, അപ്പോൾ ആ അനുഭവങ്ങളിൽ നിന്ന് രസകരമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനുഭവങ്ങളൊന്ന് നമ്മുടെ ചാനലിന് വേണ്ടി ഒന്ന് പറയാം. കലാജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറേ നല്ല മുഹൂർത്തങ്ങൾ, നമ്മൾക്ക് ഹൃദയത്തിൽ ആനന്ദം പകരുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. കാരണം നമ്മൾ കല അവതരിപ്പിക്കുന്ന സമയത്ത് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന അപ്ലോസ്, അവർ കയ്യടി, അവരുടെ നമ്മൾക്ക് തരുന്ന ഒരു പ്രചോദനങ്ങൾ, വർത്തമാനങ്ങൾ, നമ്മൾ നന്നായിരുന്നിട്ട് പാട്ട് നല്ല രസമുണ്ടെന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു അത് വലിയ അനുഭൂതിയാണ്. പക്ഷേ അതിന് പിറകിലുള്ള ഒരുപാട് എഫേർട്ടുകളുണ്ട്. ഇപ്പോൾ അന്ന് കാലത്ത് ഇപ്പോൾ നാടകത്തിൽ നിങ്ങൾക്കറിയാവുന്ന നാടകത്തിൽ അഭിനയിക്കുക, പാട്ട് പാടാൻ പോവുക, ഇതിൽ നിന്നൊക്കെ ഒരു ഗ്രാമത്തിലെ ആ ഒരു പെൺകുട്ടി, അവൾക്ക് ഒരുപാട് ചീത്തപ്പേരുകൾ ഉണ്ടാവാറുണ്ട്. അത് ഞാൻ അന്നാ ചീത്തപ്പേരൊന്നും ഉണ്ടാക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഛായയിലേ നമ്മൾ കാണുള്ളൂ. അതൊരു വല്ലാത്തൊരു ദുരന്തം തന്നെയാണ്. മറ്റൊന്ന്, വേണ്ടത്ര പ്രോത്സാഹനം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾക്ക് വേദനയുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞില്ലേ, സുജാതയൊക്കെ ഏതവസ്ഥയിലെത്തി, എൻ്റെ ഒപ്പം പാടിയിരുന്ന സുജാതയൊക്കെ ഏതവസ്ഥയിലെത്തി, ജെൻസി ഏതവസ്ഥയിലെത്തി. പക്ഷെ എനിക്കതിലൊരു ഇതുവരെ ഞാൻ അതേപ്പറ്റി വേദനിച്ചിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് വേറൊരു തട്ടകം കിട്ടി, ആകാശവാണി. അത് അവരെ പോലും അസൂയപ്പെടുത്തുന്ന വിധത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യത്തിൽ. കാരണം ജെൻസിയൊക്കെ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ എനിക്കത് കാരണം അത് അറിയില്ല, ബ്ലെസ്സിങ്, ഞാൻ അതിന് അനുഗ്രഹം എന്നേ പറയുന്നുള്ളൂ. കാരണം എനിക്കത് എൻ്റെ ശബ്ദം കൊണ്ട് തന്നെ വേറൊരു തട്ടകത്തിലേക്ക് കയറാൻ സാധിച്ചു. എനിക്ക് വളരെയധികം ജനങ്ങളുമായിട്ട് അവരുടെ ഒരു ആരാധന കിട്ടി. എനിക്ക് അത് വലിയൊരു ഭാഗ്യം തന്നെയല്ല. പക്ഷെ അത് വെറുതെ ഉണ്ടായതല്ല, ഞാനത് ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ്. എൻ്റെ ജോലി നന്നായിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു കലാകാരി എന്നുള്ള ഇതിൽ ഞാൻ കുറേ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്, വേറെ ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റിട്ടുണ്ട്, ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ജീവിതത്തിലെ. പക്ഷെ ലൈഫ് ഈസ് എ ഹാപ്പനിങ് ബൈജു. ഒരിക്കലും നമ്മൾ എഴുതി വെച്ചിട്ട് ചെയ്യുന്നതല്ല ജീവിതം എന്ന് പറയുന്നത്. ഒരു ഡയറിയിൽ കുറിച്ച് എൻ്റെ ലൈഫ് ഇങ്ങനെ ഒരു ചാർട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതല്ല ഒരിക്കലും ലൈഫ് എന്ന് പറയുന്നത്. അതൊരു ഹാപ്പനിങ്, കുറേ സംഭവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. നമ്മളൊരിക്കലും എല്ലാവരും പറയും, ഇവൾ ഇത്ര എന്താ, കാരണം ഇങ്ങനെ നടന്നിരുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോയല്ലോ. ഒരിക്കലും അത് അവളുടെ ഇതല്ല, ഇറ്റ് ഇസ് ഹാപ്പനിങ് ആണ്. അത് ഒരിക്കലും ഞാൻ ആരും അങ്ങനെ പറയില്ല, ഒരിക്കലും ആരും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ആൾക്കാർ അങ്ങനെയല്ല കാണുന്നത്. കാരണം ഇവർ അതിനേക്കാളും വലിയ വീരന്മാരായിരിക്കും, അല്ലെ വീരത്തികളൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന ആളെ പറയുമ്പോൾ അവർ വിശുദ്ധന്മാരായിട്ട് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളെ ഇങ്ങനെ പരിഹസിക്കുക, ചീത്തപ്പേര് പറയുക, അതൊക്കെയാണ് ഒരു രസമല്ലേ അവർക്ക്. അപ്പോൾ അങ്ങനെ പറയാതെ ഇതിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഈസിനെസ് കലാജീവിതത്തിലില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, സേഫായിട്ടുള്ള ഒരു അല്ലെങ്കിൽ സാമ്പത്തികമായ ഭദ്രത, അല്ലെങ്കിൽ അവരുടെ അടുത്ത് കുറേ ഗോഡ് ഫാദേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സേഫാണ്, ഒരു സംശയമില്ല. പക്ഷേ ഇവർ ഇൻസെക്യൂറാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻസെക്യൂരിറ്റി തന്നെയാണ്. അവർക്ക് ഒരുപാട് കടമ്പകളിലൂടെ, ഒരുപാട് ദുരന്തങ്ങളിലൂടെ, ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ അത് വേദനിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അത് ഇവർക്ക് വല്ലാത്തൊരു ഭയങ്കര ജീവിതത്തിൽ വളരെ ദുരിതമാണ്. അവർക്ക് വേദനകൾ ഒരുപാട് കൊടുക്കുന്ന. പക്ഷെ ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത് ആ വേദനകളാണ് എനിക്ക് ശക്തി തന്നതെന്ന് ഞാൻ തോന്നുന്നു. ആ വേദനകളാണ് എന്നെ ഇത്ര വളർത്തിയത്. തീർച്ചയായിട്ടും ആ വേദനകളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും ഫീനിക്സ് പക്ഷിയെ പോലെ നമുക്ക് പറന്നു വരാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതില്ലെങ്കിൽ നമ്മളൊന്നും ആയി തീരില്ല എന്ന് തോന്നുന്നത്. അത് വളമാണ്, അത് നമ്മളെ ഫെർട്ടൈൽ ചെയ്യും, നമുക്ക് കൂറിട്ട് തരുള്ളൂ. അത്തരം അനുഭവങ്ങൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടതെന്നാണ് വേണ്ടത്. അപ്പം ഇതൊരു ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതൊരു പൂവമ്പഴം ഇങ്ങനെ തൊലി പൊളിച്ച് തിന്നുന്ന അത്ര സുഖമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ. കാരണം അവർക്ക് ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. നല്ല വീടുണ്ടാവില്ല, വാഹന സൗകര്യങ്ങളില്ല, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ പലതും ഉണ്ട്. നല്ല വസ്ത്രങ്ങളില്ല, നല്ല ആഹാരമില്ല, നമ്മളുടെ ഒരു ആരോഗ്യം ശരിയല്ല, അങ്ങനെ പലതും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ദുരിതത്തിൽ കൂടെ ഞാൻ അങ്ങനെ ദുരിതത്തിൽ കൂടെ കടന്നു വന്നൊരു സ്ത്രീ തന്നെയാണ്. പക്ഷേ ഞാനത് വേറൊരു തരത്തിലെടുത്തു, കൺവേർട്ട് ചെയ്തെടുത്തു, എൻ്റെ ജീവിതത്തിൽ വേണ്ട വളമാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്തത്. പുതിയ തലമുറയിലെ കലാപ്രവർത്തകരോട് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ ഈ നാടിൻ്റെ ഭീകരാന്തരീക്ഷം, ആ അവസ്ഥയെക്കുറിച്ച് ഒന്ന് അവരോടൊന്ന് ഷെയർ ചെയ്യാമോ?
പുതിയ കലാകാരന്മാർ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് പഴയ തലമുറയിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് യേശുദാസ്, ജയചന്ദ്രൻ, പി സുശീല, ജാനകി, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ഗായകരുടെ ഇതിൽ. അഭിനേതാക്കൾ നമുക്കറിയാം, സിനിമയിലും നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന പല കലാപ്രവർത്തകരുണ്ട്. പുതിയ ഇതിലാണെങ്കിൽ മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ കുറേ ആൾക്കാർ അതുമുണ്ട്. ഞാൻ പറയുന്നത് ഇവർ ചിലരിങ്ങനെ പറയും അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി, അവർ ജീവിക്കാൻ വേണ്ടി ഇത് ചെയ്തു പോകുന്നു, അല്ലാതെ അവരുടെ കലാപ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇവർ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ അവർക്ക് കുറേ പണമൊക്കെ കിട്ടുമല്ലോ. ഈ പണം കൊണ്ട് ആണ് അവർ പിന്നടുത്ത കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ജാനകി ആണെങ്കിലും ഞാനാണെങ്കിലും എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് കുറേ നാട്ടുകാർക്ക് കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കലയിൽ തന്നെ ഔന്നത്യമാർന്ന സൃഷ്ടികൾ ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക, അതൊരു വലിയ കാര്യമാണ്. അതായത് ഔന്നത്യമാർന്ന കലാസൃഷ്ടികൾ ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക. അതില്ലാത്ത കൊണ്ട് നല്ല ഉയർന്ന കലാസൃഷ്ടികൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വലിയ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ ഇതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് കുറേ കൂടി ഡിവോട്ടഡ് ആവുക, അതിൽ കുറേ കൂടി അതിലേക്ക് ഇൻവോൾവ്ഡ് ആവുക. ഇപ്പം ഞാനൊരു ഗായികയാണോ, ഡാൻസറാണോ, അല്ലെങ്കിൽ അഭിനേത്രിയാണോ, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ, സംവിധായകനോ ആരും ആവട്ടെ, അതിൽ അവർ ആഴ്ന്നിറങ്ങുക, അതിൽ ആഴത്തിലേക്ക് പഠിക്കുക, അല്ലെ മുൻപുള്ള പ്രതിഭകളെ കണ്ട് ശീലിക്കുക, അല്ലെ അവരുടെ ജീവചരിത്രങ്ങൾ വായിക്കുക, അവരെ വായിക്കുക, അവരെ പഠിക്കുക, അവരിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക, അല്ലെ പഴയ സിനിമകൾ, പഴയ നാടകങ്ങളൊക്കെ ഇട്ട് കാണുക. അതൊക്കെ കാണുമ്പോൾ ഇവർക്ക് കുറേ ഇങ്ങനെയല്ല അങ്ങനെയാണ് നമ്മൾ ചെയ്തത് വേറെ തരത്തിലാണെങ്കിലും ഇതിൻ്റെ കുറേ ബേസ്മെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ആത്മാർത്ഥതയുണ്ട്. അതിലല്ലാതെ ഇത് ഗ്ലാമറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ലാത്ത ഒരു പാതയിൽ കൂടി പോയെന്നാൽ തീർച്ചയായിട്ടും ഈ കലാപ്രവർത്തനം ഒരു ശരിയായിട്ടുള്ള കലാപ്രവർത്തനം കൂടിയാകും. അതേപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മളിലുള്ള ഒരു എക്സ്ട്രാ കരിക്കുലർ കുറേ ഉണ്ട്, നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. നമ്മളിപ്പോൾ പറയും 3 നേരം അല്ലെങ്കിൽ പഠിച്ചിട്ട് ഒരു ജോലി നേടി ഒരു കല്യാണവും കഴിച്ച് സുഖമായിട്ട് ഒരു നല്ല വലിയ വീടും വെച്ച് തീർന്നു, ഓക്കെ, ലൈഫ് ഈസ് ഓക്കെ, സാറ്റിസ്ഫൈഡ്. അതല്ല, നമ്മളുടെ ജന്മം കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ചെയ്യാനുണ്ട്, ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം. 3 നേരം ഭക്ഷണം കഴിച്ച് ഒരു കല്യാണവും കഴിച്ച് 2-3 കുട്ടികളും ആയിട്ട് അത് മാത്രമല്ല നമുക്കത് കൂടാതെ ഒരുപാട് ക്രിയേറ്റിവിറ്റി ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് സ്വയം കണ്ടുപിടിക്കാൻ പറ്റും. മറ്റൊന്ന്, ഒരു ചെറിയൊരു പാട്ട് പാടി അല്ലെങ്കിൽ ചെറിയൊരു ഡാൻസ് ചെയ്ത് ഭയങ്കര എല്ലാവരുടെ പേരൊക്കെ എടുത്ത് നമ്മളുടെ ഒരു ബാനറൊക്കെ കിട്ടി അവിടെ തീർന്നു വളർച്ച. അതല്ല, അതിൽ നിന്ന് വളരുക, കൂടുതൽ വളർച്ചയിലേക്ക് പോകാനുള്ള സ്പേസ് ഉണ്ട് നമുക്ക്, ഓരോരുത്തർക്കും ഉണ്ട്. എല്ലാവർക്കും ഇപ്പം നമ്മളോർക്ക് ഇത്രയും ഭൂമിയിൽ, ഇത്രയും വലിയൊരു ഭൂമിയിൽ ഇത്രയും ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, അത് ആകാശം മുട്ടയുണ്ട്. അതിലേക്ക് നമ്മൾ വളരാനുള്ള എല്ലാ ശ്രമവും നടത്തിയാൽ തീർച്ചയായിട്ടും ഇവിടെ പ്രതിഭകളെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഇതല്ലാതെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതും തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല ഒരു ഗായകനാകുക, നല്ലൊരു ഡാൻസറാകുക, നല്ലൊരു അഭിനേതാവാകുക, അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ, അല്ലെങ്കിൽ സംവിധായകൻ, എന്തുമാത്രം കാര്യങ്ങൾ, എന്തുമാത്രം ശാഖകളുണ്ട് ഇപ്പോഴത്തെ ഇതിലല്ലേ. അതെല്ലാം ഏതെങ്കിലും നമ്മൾ ചെന്ന് വിടുക, ഏതെങ്കിലും അതിന് പരിശ്രമിക്കുക, അതിനോട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുക, അതിലേക്ക് പോകാനുള്ള വഴി സ്വയം വെട്ടിത്തെളിച്ച് പോവുക, പ്രോത്സാഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ കലാകാരന്മാർ, ഇന്നത്തെ ആനുകാലികമായിട്ടുള്ള ജനറേഷനോട് എനിക്ക് പറയാനുള്ളത് അതാണ്. തന്നെ നല്ല അന്തരീക്ഷമാണ്, മാവിൻ്റെ ചോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. യെസ്. അപ്പോൾ നല്ല അന്തരീക്ഷത്തിൽ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. തന്നെ പ്രണയം ഉണ്ടായിട്ടുണ്ട്, പ്രണയത്തെക്കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് പ്രണയത്തെ പറ്റി വളരെയധികം വ്യാപ്തമായിട്ടുള്ള ഒരു ഭാവനയുള്ളൊരു സ്ത്രീയാണ് ഞാൻ. പക്ഷേ എനിക്കിതുവരെ പ്രണയം ഉണ്ടായില്ല എന്നുള്ളൊരു വലിയ ദുഃഖകരമായ അവസ്ഥയും കൂടിയുണ്ട്. ഞാൻ ചെറിയ പ്രായത്തിൽ എനിക്ക് 8ാം ക്ലാസ്സിൽ വെച്ചൊരു, എനിക്കല്ല ഒരാൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. പക്ഷെ ഞാൻ അയാളുടെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല, അതൊരു വലിയ സത്യം. അത് പഠിക്കാൻ പോകുമ്പോൾ അയാൾ എന്നെ ഇഷ്ടമാണ്, കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലാതെ ഞാൻ അയാളോട് മിണ്ടിയിട്ടില്ല. എനിക്ക് മുഖം കണ്ടിട്ട് പോലുമില്ല അയാളുടെ. അയാൾ എൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ അയാൾ ഒരു കത്ത് കൊടുത്തിട്ട് അതെൻ്റെ വീട്ടിൽ എന്നിട്ട് ആ കുട്ടി എനിക്ക് തന്നു. ആരുടെ കയ്യിൽ കൊടുത്തു? ദൂതി എനിക്ക് തന്നു. തന്നിട്ട് അതെൻ്റെ വീട്ടിൽ പിടിച്ച് ഞാൻ വായിച്ചു. മനോഹരമായ മഞ്ഞുതുള്ളി പോലെ പരിശുദ്ധയായ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ തുടക്കം. അത് ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് കാരണം എനിക്ക് പ്രണയം എനിക്ക് വലിയ, എല്ലാവരും മനുഷ്യ സഹജമാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പ്രണയം. പക്ഷെ എനിക്കിതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഞാൻ അത് അയാൾ തന്നു, വായിച്ച് പുളകിതയായി. ഓക്കെ, ആളെ കണ്ടിട്ടില്ലല്ലോ.
അങ്ങനെ അത് തന്നു, വീട്ടിൽ പിടിച്ചു, കാല കടിച്ച് പൊട്ടിച്ച് മേനകേടാക്കി ആകെ കൂടെ അത് ചളാക്കുളമാക്കി തന്നു. ആകെ കൂടെ അതോടുകൂടി എൻ്റെ പ്രണയം അവസാനിച്ചു. പേടിച്ചു പോയി. ഇപ്പം എന്താ 8ൽ പഠിക്കുന്ന കുട്ടിയല്ലേ, പേടിച്ചു പോയി. അപ്പോൾ വീട്ടിൽ അങ്ങനെ അന്ന് പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മഹാപാപമായിട്ട് കരുതുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ. അപ്പോൾ അത് അങ്ങനെ പോയി. പിന്നെ എനിക്ക് പ്രണയത്തോടല്ല, പിന്നെ വന്നത് ഈ പാടണമല്ലോ, പഠിക്കണം എന്നുള്ള ഒരൊറ്റ ടെൻഷനിലും കൂടെ ഒറ്റ പോക്കാണ് പിന്നെ പോയത്. അത് കാരണം പ്രണയത്തിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എന്നെ പ്രണയിച്ച ഒരുപാട് പേരുണ്ടെന്ന് പിന്നീട് അവരൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്, പ്രായമായി ഒരുപാട് പ്രായമായി കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയുന്നത്. പക്ഷേ എന്നെ സമീപിച്ചവരല്ല, എന്നെ സമീപിക്കാവുന്ന ചാൻസ് ഉണ്ടായിട്ട് എന്നോട് അതൊന്നും തുറന്നു പറയാത്തവരോടൊക്കെ എനിക്ക് വലിയ സങ്കടമാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് പ്രണയിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. പ്രണയിനി ഉള്ളിലെ വലിയൊരു ഒരു അസലൊരു പ്രണയിനി എൻ്റെ ഉണ്ട്. ഞാൻ അതിനെപ്പറ്റിയുള്ള ഒരുപാട് കവിതകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും പ്രണയമുണ്ട്. അതൊരു വലിയ സത്യം തന്നെയാണ്. ആരാണ് അതിനുള്ള ഭാഗ്യവാൻ? ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും ജീവിതത്തിൽ തരണം ചെയ്യാനുള്ള ഒരു കഴിവ്, അതുപോലെ ഏത് സമൂഹത്തിൽ ഇടപെടാനുള്ള കഴിവ്, ഇതൊക്കെ എങ്ങനെയാണ് നേടിയത് എന്നുള്ളതെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് ഇൻബോണായിട്ട് നമ്മുടെ ഫാദർ ആൻഡ് മദറിൽ നിന്ന് കുറേ ഗുണങ്ങൾ കിട്ടുമല്ലോ. അത് എൻ്റെ കയ്യിലുണ്ട്. അതിനെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ കുറേ ഗുണങ്ങളെ ഞാൻ എന്നിൽ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. സത്യസന്ധമായിട്ടിരിക്കുക, ജീവിതത്തോട് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, ഇന്നൊവേറ്റീവായിട്ടിരിക്കുക, അന്വേഷണാത്മകത, പുതുമയാർന്നിരിക്കുക, ഇതെല്ലാം എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു ഇതാണ്. വായന, എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക, വളർന്നുകൊണ്ടിരിക്കുക, ഇതെല്ലാം അച്ഛനിൽ നിന്ന് കിട്ടിയത്. ഞാൻ ഒന്നുകൂടി ഫെർട്ടൈലായിട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് മെഡിറ്റേഷൻ. ഞാൻ ഒരു ഓഷോ രജനീഷ് മെഡിറ്റേറ്ററാണ്. എൻ്റെ ഗുരുനാഥനും എൻ്റെ ദൈവവുമായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തെയാണ്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ എന്താണെന്ന് വെച്ചാൽ ജീവിതത്തെ പല ഹോപ്പ്ഫുള്ളായിട്ട് കാണുക, അല്ലെങ്കിൽ പ്ലസൻ്റായിട്ട് കാണുക, ഭയമില്ലാതെ കാണുക, ജീവിതത്തെ സ്നേഹിക്കുക, ജീവിതത്തിലൂടെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ എല്ലാം എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഞാൻ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ആ മെഡിറ്റേഷൻ ആണ് എന്നെ ഇപ്പോൾ ഈ വിധത്തിൽ എന്നെ നിലനിർത്തുന്നത്. അത് ഞാനൊരു അന്വേഷിയൊന്നും ആയിരുന്നില്ല, പക്ഷേ സമയമായപ്പോൾ എനിക്കത് ലഭ്യമായി എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യം. ഞാൻ പറഞ്ഞ എല്ലാവർക്കും വേണം അങ്ങനെ ഒരു ഗുരുനാഥൻ. നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പഠിക്കാനും, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉൾക്കൊള്ളാനും, അതനുസരിച്ച് ജീവിച്ചു പോകാനും ഒക്കെയുള്ള ഒരു ഗുരുനാഥൻ. ആരും ആവട്ടെ, ആരിപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ പറയുന്നില്ല, ഞാൻ ആരുടെയും വക്താവൊന്നുമല്ല. ആർക്കാണെങ്കിലും വേണം ഒരു ഗുരുനാഥൻ. നമുക്ക് പലതിലും ഉണ്ട്. നമ്മൾ പഠിക്കുന്നതിന് നമ്മൾ പല ഗുരുക്കന്മാരുണ്ട്, നമ്മൾ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നതിന് ഗുരുക്കന്മാരുണ്ട്, അതൊക്കെയുണ്ട്. പക്ഷേ ജീവിതം പഠിക്കാനായിട്ട് നമുക്ക് ഒരു ഗുരുനാഥനില്ല. അതിനെ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗുരുനാഥൻ നമുക്ക് വേണം. ആ ഗുരുനാഥനെ സ്വയം കണ്ടെത്തുക. ഞങ്ങളൊക്കെ അങ്ങനെയാണ് കണ്ടെത്തിയത് തന്നെ. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് അതിൽ നിന്ന് എനിക്ക് കിട്ടിയത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ ഞാൻ എപ്പോഴും ഇപ്പോൾ സാധകം ചെയ്തുകൊണ്ടിരിക്കുന്നത് 10-20 വർഷമായിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വളരെ വലിയൊരു ബെനിഫിറ്റ് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനത് തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്കിപ്പോൾ അതുകൊണ്ട് ഒരുപാട് നന്മ, ഒരുപാട് സ്വാതന്ത്ര്യം, ഒരുപാട് ജീവിതത്തിലെ തെളിമ, എങ്ങനെയാണ് എൻ്റെ ആശയങ്ങൾ, എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കാൻ തുടങ്ങിയത് മെഡിറ്റേഷനിൽ കൂടിയാണ്. അപ്പോൾ മെഡിറ്റേഷൻ നമ്മളെ അത്രമാത്രം സഹായിക്കുമെന്ന് ഞാൻ പറയായിരുന്നു. ഓഷോൻ്റെ ചിത്രം കണ്ടല്ലോ വീട്ടിൽ. അതെ, ഓഷോൻ്റെ ഗുരുനാഥനാണ്. എല്ലാവരും ദൈവം എന്നൊക്കെ പറയില്ലേ, എനിക്ക് ദൈവം അങ്ങനെ, ഞാൻ ക്ഷേത്രവിശ്വാസിയൊന്നുമല്ല, അതിലൊന്നും പോകാറൊന്നുമില്ല. അത് പണ്ടേ തന്നെ അച്ഛനിൽ നിന്നൊക്കെ കിട്ടിയതാണ്. ഈ മതം, ജാതി, ദൈവങ്ങൾ, അങ്ങനെയുള്ള ഒരു വിശ്വാസങ്ങളൊന്നും എനിക്കില്ല. അതൊക്കെ ഞാൻ അച്ഛനിൽ നിന്ന് ഞാൻ ഗ്രാസ്പ് ചെയ്തെടുത്ത കുറേ കാര്യങ്ങളാണ്. അതെനിക്ക് ഐ എം ലക്കി. അച്ഛനിൽ നിന്ന് കിട്ടിയ കുറേ സർഗ്ഗഗുണങ്ങളാണ് അതെല്ലാം. അത് അങ്ങനെ. പിന്നെ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. ഞാൻ അന്വേഷിച്ച് നടന്നിട്ടൊന്നുമില്ല കേട്ടോ, കുറേ വായിക്കുമായിരുന്നു. അത് അവസാനം എനിക്ക് സമയമായപ്പോൾ എനിക്ക് ഓഷോ ലഭിച്ചു. അതിൻ്റെ ഭാഗമായി വെരി ലക്കി. ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് അതിൻ്റെ. അപ്പോൾ പ്രിയമുള്ളവരെ, തെന്നലുമായിട്ടുള്ള അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തെന്നലേച്ചിക്ക് പറയാനുള്ളതെന്ന് പറയാം. മണ്ണകം ചാനലിന് വേണ്ടി ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് അവസരമൊരുക്കിയ ശ്രീ ബൈജുവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുകയാണ്. പ്ലീസ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് ഫ്രണ്ട്സിന് ഇത് പറഞ്ഞിട്ട് ഇതിനൊരു പബ്ലിസിറ്റി കൊടുക്കണം. അതിൻ്റെ ഒരു റിക്വസ്റ്റാണ്. ബൈജു ഒരു നാടക കലാകാരനാണ്, നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. താങ്ക് യു സോ മച്ച്. ഓക്കെ, സന്തോഷം.